നമസ്കാരം. ലാറ്റിൻ അമേരിക്ക ഇന്ന് വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഒരു യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിലാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടി തടവിലാക്കിയെന്ന വാർത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ക്രൂര യാഥാർത്ഥ്യം വീണ്ടും തുറന്നുകാട്ടുന്നു. ജനാധിപത്യവും മനുഷ്യാവകാശവും ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആഗോള ശക്തികൾ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഭരണകൂടങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ നഗ്ന ഉദാഹരണമാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനെ സൈനികമായി അപഹരിക്കുക എന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ, ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെ, രാജ്യസാർവഭൗമത്വത്തിന്റെ എല്ലാത്തരം മാനദണ്ഡങ്ങളുടെയും തുറന്ന ലംഘനമാണ്. എന്നാൽ ഇത്തരം ലംഘനങ്ങൾ ശക്തരായ രാജ്യങ്ങൾ നടത്തുമ്പോൾ അത് സുരക്ഷാ നടപടിയോ ജനാധിപത്യ രക്ഷയോ എന്ന പേരിൽ ന്യായീകരിക്കപ്പെടുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയി ജയിലിൽ അടച്ചതിന് പിന്നാലെ ലാറ്റിൻ അമേരിക്കയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മഡൂറോയുടെ പിൻഗാമിയായി അധികാരമേറ്റ ഹാർഡ്ലൈൻ സോഷ്യലിസ്റ്റ് നേതാവ് ഡെൽസി റോഡ്രിഗസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു കഴിഞ്ഞു. മഡൂറോയുടെ അറസ്റ്റ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഭീഷണികൾക്ക് മുന്നിൽ വെനസ്വേല മുട്ടുമടക്കില്ല എന്നും റോഡ്രിഗസ് പ്രഖ്യാപിച്ചു. എന്നാൽ റോഡ്രിഗസ് മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ മഡൂറോയേക്കാൾ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഒടുവിലത്തെ മുന്നറിയിപ്പ്. വെനസ്വേലൻ സൈന്യം റോഡ്രിഗസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സംഘർഷം പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. മഡൂറോയ്ക്ക് പകരം അധികാരമേറ്റ് ഡെൽസി റോഡ്രിഗസ് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് വ്യക്തിപരമായ വികാര പ്രകടനം മാത്രമല്ല, അതൊരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ഭീഷണികൾക്ക് മുന്നിൽ വെനസ്വേല മുട്ടുമടക്കില്ല എന്ന അവരുടെ വാക്കുകൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നൂറ്റാണ്ടുകളായി നേരിട്ട സാമ്രാജ്യത്വ ഇടപെടലുകളുടെ ചരിത്ര സ്മരണകളെ ഉണർത്തുന്നു. മറുവശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഭാഷ ആഗോള രാഷ്ട്രീയത്തിലെ ശക്തിയാണ് നീതി എന്ന യാഥാർത്ഥ്യത്തെ വീണ്ടും ഉറപ്പിക്കുന്നു. ഇവിടെ നിയമമോ ധാർമ്മികതയോ അല്ല, സൈനികവും സാമ്പത്തികവുമായ മേൽക്കോയ്മയാണ് അന്തിമ വിധികർത്താവ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയുടെ എണ്ണ വ്യവസായം ഈ അമേരിക്കയുടെ ശത്രുക്കളായ റഷ്യയോ ചൈനയോ ഇറാനോ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി കഴിഞ്ഞു. വെനസ്വേലയുടെ തീരത്ത് അമേരിക്കൻ പടക്കപ്പലുകളുടെ ഒരു വ്യൂഹം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. എണ്ണയുമായി പോകുന്ന കപ്പലുകളെ തടയാനും പിടിച്ചെടുക്കാനുമുള്ള അധികാരമുണ്ട് എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നു. ഇറാനുമായും ഹിസ്ബുള്ളയുമായുമുള്ള ബന്ധം വെനസ്വേല ഉടൻ അവസാനിപ്പിക്കണമെന്നും എണ്ണ സമ്പത്ത് ഇനി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും റൂബിയോ കർശന നിർദ്ദേശം നൽകി. മഡൂറോയുടെ വിശ്വസ്തനായിരുന്ന റോഡ്രിഗസ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തതെന്നാണ് ആരോപണങ്ങളും ഇതിനിടെ ഉയരുന്നത്. മഡൂറോയും ഭാര്യയും ഇപ്പോൾ ന്യൂയോർക്കിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലാണുള്ളത്. വെനസ്വേലയിലെ എണ്ണക്കണ്ണും രാഷ്ട്രീയ മാറ്റവും ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് സൂചനകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാക്കുന്നു. ഒരു വശത്ത് അമേരിക്കൻ ഉപരോധവും പടക്കപ്പലുകളും, മറുവശത്ത് വിട്ടുകൊടുക്കാത്ത റോഡ്രിഗസിന്റെ സോഷ്യലിസ്റ്റ് ഭരണകൂടവും. വെനസ്വേലയുടെ ഭാവി പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. ഈ സംഘർഷം വെനസ്വേലയിലേക്ക് മാത്രം ചുരുങ്ങുന്നതല്ല, ലാറ്റിൻ അമേരിക്ക മുഴുവൻ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണ്. എണ്ണ സമ്പത്തും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്ര സ്ഥിതിയുമുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ആഗോള ശക്തികളുടെ മത്സരം ജനങ്ങളുടെ ജീവിതത്തെ യുദ്ധഭീതിയിലേക്കും സാമ്പത്തിക അസ്ഥിരതയിലേക്കും തള്ളിവിടുകയാണ്. സാധാരണ ജനങ്ങൾക്ക് ഇത് രാഷ്ട്രീയ വാഗ്വാദമല്ല, ഇത് നാളത്തെ ഭക്ഷണവും സുരക്ഷയും സംബന്ധിച്ചുള്ള അനിശ്ചിതത്വമാണ്. വെനസ്വേലയിലെ ഇന്നത്തെ പ്രതിസന്ധി ഒരു രാജ്യത്തിന്റെ പ്രശ്നം എന്നതിലുപരി ലോകക്രമത്തിന്റെ ദിശയെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് എന്ന് വേണം വിലയിരുത്താൻ. ശക്തരായ രാജ്യങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിക്കുമ്പോൾ ദുർബല രാജ്യങ്ങൾക്ക് നിയമം ഒരു സംരക്ഷണമല്ല, മറിച്ച് ഒരു അലങ്കാര വാക്യം മാത്രമായി മാറും. മഡൂറോയുടെ അറസ്റ്റ് ശരിയാണോ തെറ്റാണോ എന്ന ചർച്ചയേക്കാൾ പ്രധാനമാണ് അത് നടപ്പാക്കിയ രീതിയും അതിന്റെ പ്രത്യാഘാതങ്ങൾ. ഒരു രാഷ്ട്രത്തലവനെ സൈനികമായി പിടികൂടുന്നത് നാളെ മറ്റേതെങ്കിലും രാജ്യത്തിനും സംഭവിക്കാമെന്ന ഭീതിയാണ് ലോകത്തിനു മുന്നിൽ ഇത് തുറന്നു കാട്ടുന്നത്.